ഹലോ, ആത്മാവിൻ്റെ യാത്രയെ പറ്റിയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോൾ ജേർണിയെ പറ്റി. ഈശ്വരൻ എന്നത് ഒരു ഊർജ രൂപമാണ്, നമുക്കെല്ലാം അറിയാം അല്ലേ. ഈ ഒരു ഊർജ രൂപത്തിൽ നിന്നാണ് ഓരോ സോൾസും ഉത്ഭവിക്കുന്നത്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു സോളിൻ്റെ യാത്രയാണ്. അതായത് ഈശ്വരനിൽ നിന്നും ഉത്ഭവിച്ച് അവസാനം ആ ഈശ്വര ഊർജത്തിൽ തന്നെ ലയിച്ചു ചേരുന്ന ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള ഒരു സോളിൻ്റെ യാത്ര. ഓക്കെ, ഞാനിനി പറയുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു കഥ പോലെ ഞാൻ പറഞ്ഞു തരുവാണ്. ഓക്കെ, ഈശ്വരൻ എന്നത് ഒരു ഹൈ പോസിറ്റീവായിട്ടുള്ള ആത്മ ഊർജമാണ്, അല്ലെങ്കിൽ ആത്മാവാണ്. ഈ ഈശ്വര ചൈതന്യം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും ഊർജരൂപമാണെന്ന് പറയാം അല്ലേ. ഈ ഊർജരൂപത്തിൽ നിന്നും, അതായത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ചൈതന്യത്തിൽ നിന്നും കുഞ്ഞു കുഞ്ഞു ഊർജരൂപങ്ങൾ ഉത്ഭവിക്കുന്നു. ഈ ഊർജരൂപങ്ങളാണ് ആത്മാക്കൾ, സോൾസ്. ഈ ആത്മാക്കൾ ഈശ്വര ചൈതന്യത്തിൽ നിന്നും ഉത്ഭവിച്ചത് കൊണ്ട് തന്നെ ഡിവിനിറ്റി ഉള്ള സോൾസ് ആയിരിക്കും. അതായത് ആരെയും ഉപദ്രവിക്കാത്ത ഡിവൈൻ സോൾസ്. ഇപ്പോൾ ഉത്ഭവിച്ച സോൾസ് ആയതുകൊണ്ട് തന്നെ ഈ സോൾസിനെ ബേബി സോൾസ് എന്നാണ് വിളിക്കുന്നത്. കുഞ്ഞുവാവയുടെ എല്ലാ നിഷ്കളങ്കതയും സോഫ്റ്റ്നെസ്സും ഒക്കെ അതിലുണ്ടായിരിക്കും. സോ ഈ സോൾസ് ഭൂമിയിൽ ആദ്യം സ്വീകരിക്കുന്ന ശരീരം സസ്യശരീരമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സസ്യശരീരങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ അവർ ആരെയും ആശ്രയിക്കാതെയാണ് ജീവിക്കുന്നതല്ലേ. ഭൂമിയിൽ നിന്നും വെള്ളവും വളവും ഒക്കെ സ്വീകരിച്ച് ഇലകളിൽ സ്വയം ആഹാരം പാകം ചെയ്ത് എവിടെയാണോ മുളച്ചത് അവിടെ തന്നെ ആ സസ്യശരീരം നശിക്കുന്നത് വരെ അവിടെ തന്നെ ജീവിച്ചു മരിക്കുന്നു അല്ലേ. അവർ ഭയങ്കര പാവമാണ്, നിഷ്കളങ്കരാണ്. അവർക്ക് വെള്ളവും വളവും ഒക്കെ കൊടുത്ത് അവരെ സ്നേഹിക്കുന്നവരെയും അവരെ സ്നേഹിക്കാത്തവരെ പോലും അവർക്ക് സ്നേഹിക്കാൻ കഴിയും. ആരോടും അസൂയയില്ല, ഇതെൻ്റെ മാത്രമാണെന്ന സ്വാർത്ഥതയില്ല, ഈഗോ ഇല്ല, മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ പോയി തലയിടാറില്ല. അതിൻ്റെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്ന അതിൻ്റെ ഇണ പോലും എപ്പോഴും തൻ്റെ കൂടെ വേണമെന്ന നിർബന്ധം പോലും ഇല്ല. അതിൻ്റെ ജീവിത ലക്ഷ്യം സ്വയം വളരുക, ആരെയും ആശ്രയിക്കാതെ, ആർക്കും ശല്യമാകാതെ, എല്ലാവർക്കും സഹജീവികൾക്കും ഉപകാരം ചെയ്ത് ആയുസ് തീരുന്നത് വരെ ഈ ഭൂമിയിൽ ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക എന്നതാണ്. ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചേ, മരങ്ങളും സസ്യങ്ങളും ഒക്കെ ആരെങ്കിലും മനഃപൂർവ്വം അങ്ങോട്ട് പോയി ഉപദ്രവിക്കാൻ പോകുന്നുണ്ടോ? അത് മറ്റുള്ളവർക്ക് പൂക്കളും കായ്കളും വിറകുകളും തണലും എന്തിനേറെ മനുഷ്യനും മൃഗങ്ങൾക്കും ശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ പോലും കൊടുത്ത് സഹായിക്കുകയല്ലേ ചെയ്യുന്നേ. കാരണം എന്താ? അത് ഡിവൈൻ സോൾസ് ആയതുകൊണ്ടാണ്. ഓക്കെ, അതിനെ മനുഷ്യർ അങ്ങോട്ട് പോയി ഉപദ്രവിക്കുന്നെങ്കിലേ ഉള്ളല്ലേ. അപ്പോൾ ഓർക്കുക, ഒരു സോൾ ഉത്ഭവിച്ച് അത് ബേബി സോൾ ആകുമ്പോൾ സസ്യങ്ങളായിട്ടാണ് ജന്മം എടുക്കുന്നത്. അങ്ങനെ കുറേ സസ്യജന്മങ്ങൾ എടുക്കും ഈ ഭൂമിയിൽ, മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റിനുള്ള സസ്യങ്ങളെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇത് ബേബി സോൾസാണ്. ഈ ഭൂമിയിൽ ഇനിയും ഒരുപാട് ജന്മങ്ങളെടുത്ത് ഒരിക്കൽ അവരും മനുഷ്യജന്മം സ്വീകരിക്കാനുള്ളവരാണെന്ന് അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ ഇപ്പോഴുള്ള ആത്മാവ് തുടക്കത്തിലൊരു സസ്യ ശരീരത്തിലായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ. ഇനി സോൾ കണക്റ്റഡായ ഒരു DFനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രകൃതിയെ കൂടുതലായി സ്നേഹിച്ച് തുടങ്ങുന്നത് ഈ സത്യത്തെ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. സസ്യങ്ങളും ആത്മാക്കളാണെന്ന സത്യം. അത് ബേബി സോൾസ് ആയതുകൊണ്ട് തന്നെ DF അവരെ ബേബീസിനെ പോലെയാണ് കാണുന്നത്. അതുവഴി അവരുടെ സോളിൻ്റെ പോസിറ്റിവിറ്റി ഉയരുന്നു, സ്പിരിച്വലി അവേക്കൻഡ് സ്റ്റേജിലേക്ക് വഴി തുറക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്തത് ടീനേജ് സോൾസ്. നിങ്ങൾക്കറിയോ, ഒരു സോൾ ഈ ഭൂമിയിൽ എടുക്കുന്ന ഓരോ ജന്മങ്ങളും അതിൻ്റെ ആയുസ്സിൽ ഓരോ ദിവസങ്ങളാണ്. അതായത് തുടക്കത്തിൽ ബേബി സോൾ ആയിരുന്ന ഒരു സോള് ടീനേജ് സോൾ ആകുന്നത് വരെ ഒരുപാട് സസ്യജന്മങ്ങൾ സ്വീകരിക്കും. ഓക്കെ, നമുക്കറിയാം ഒരു സോൾ ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് വരുന്നത് തന്നെ ഓരോ പോസിറ്റീവ് കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ പോസിറ്റിവിറ്റി ഉയർത്താനാണ്. എന്നാൽ മാത്രമേ അതിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉയരുകയുള്ളൂ. ഓക്കെ, ഇവിടെ സസ്യശരീരത്തിലിരുന്ന് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ ആ സോളിൻ്റെ പോസിറ്റിവിറ്റി കുറച്ചധികം ഉയർന്നു. ആ ബേബി സോൾ വളർന്ന് ടീനേജ് പ്രായം എത്തുന്നു, അതായത് കൗമാരപ്രായത്തിൽ. ഈ പ്രായം എത്തുമ്പോൾ ആ സോള് ഷഡ്പദങ്ങളായും ജലജീവികളായും
മൃഗങ്ങളായും പക്ഷികളായും ഇഴജന്തുക്കളായും എന്ന് വേണ്ട മനുഷ്യനല്ലാത്ത എല്ലാ ജീവികളായും ശരീരം സ്വീകരിച്ച് ഓരോരോ ജന്മങ്ങൾ എടുക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, ഒരു സോൾ ആദ്യത്തെ ജന്മത്തിൽ സസ്യശരീരം, അടുത്ത ജന്മത്തിൽ മൃഗശരീരം, അങ്ങനെയല്ല. ആ സോളിൻ്റെ ശൈശവാവസ്ഥ തീരുന്നത് വരെ അത് ബേബി സോളായി സസ്യശരീരത്തിൽ ജന്മമെടുക്കുന്നു. അതിനുശേഷം ടീനേജ് സോൾ ആകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ ജീവികളായിട്ടൊക്കെ ജനിക്കുന്നത്. ഇനി ഈ ടീനേജ് സോളായിട്ട് ഓരോ ജന്മങ്ങൾ എടുക്കുമ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നേരത്തെ സസ്യശരീരത്തിൽ ഇരുന്നപ്പോൾ ഈ സോൾ ഉയർത്തിക്കൊണ്ടുവന്ന പോസിറ്റിവിറ്റി അത് ഇത്തിരി കുറയുന്നു. ആ സോളിലേക്ക് ചെറുതായി നെഗറ്റിവിറ്റി കടന്നുകൂടുന്നു. കാരണം എന്താ, ഈ ജീവജാലങ്ങൾക്ക് ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത് കൊണ്ടും മറ്റു കുഞ്ഞു കുഞ്ഞു ജീവികളെ കൊന്ന് തിന്നുന്നത് കൊണ്ടും അവിടെ ആ സോളിൽ ചെറിയ രീതിയിൽ നെഗറ്റിവിറ്റി കടന്നുകൂടുന്നു. ഓക്കെ, അവയ്ക്ക് മനുഷ്യനെ പോലെ സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് വലിയ രീതിയിൽ അവരുടെ സോള് നെഗറ്റീവ് ആകുന്നില്ല. മനസ്സിലായോ? സോളിൻ്റെ ടീനേജ് പ്രായം തീരുന്നത് വരെ ഇങ്ങനെ പല പല ജീവികളായിട്ട് ജന്മമെടുക്കും. ഈ പ്രായത്തിൽ ഈ സോൾ സ്വീകരിക്കുന്ന ശരീരം ഹിംസ എന്ന നെഗറ്റീവ് പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ ആ സോള് കുറച്ച് നെഗറ്റിവിറ്റി കലർന്നതായിട്ട് മാറുന്നു. ആ സോള് ഫുൾ നെഗറ്റീവ് ആവുകയല്ല, മറിച്ച് കൂടുതൽ പോസിറ്റീവും കുറച്ച് നെഗറ്റീവും ഉള്ള സോൾസ് ആകുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ഈ പോസിറ്റിവിറ്റി എവിടെ നിന്ന് വന്നു? അത് മുൻജന്മങ്ങളിൽ ബേബി സോൾ ആയിരുന്നപ്പോൾ ആർജിച്ചെടുത്തതായിരുന്നു. ഓക്കെ, തൻ്റെ പോസിറ്റിവിറ്റിയുടെ കൂടെ കുറച്ച് നെഗറ്റിവിറ്റിയും കൂടി കലർന്നപ്പോൾ ആ സോളിനൊരു സങ്കടം. ഇനി ഈ നെഗറ്റിവിറ്റി മാറ്റണ്ടേ എന്ന് കരുതി അടുത്ത ജീവിയുടെ ശരീരം സ്വീകരിച്ച് വീണ്ടും ജനിക്കും. പിന്നെയും സോളിലെ നെഗറ്റിവിറ്റി കൂടുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ സോള് ഈ ഭൂമിയിൽ പല ജീവികളായി ജന്മങ്ങളെടുത്ത് ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചറിയുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ചുറ്റിലും കാണുന്ന മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും ഷഡ്പദങ്ങളും എക്സെട്ര ഇതൊക്കെ എന്തൊരു സോൾസാണ്? ടീനേജ് സോൾസാണ്. അവരിൽ കൂടുതൽ പോസിറ്റിവിറ്റിയും കുറച്ച് നെഗറ്റിവിറ്റിയും മാത്രമേ ഉള്ളൂ. അവരിൽ പോസിറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണ് ഈ ജീവികളെ സ്നേഹിച്ചാൽ അത് തിരിച്ച് സ്നേഹിക്കുന്നതും മനുഷ്യരോട് ഇണങ്ങി ജീവിക്കുന്നതും. മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സസ്യഭുക്കുകളായ മൃഗങ്ങൾ ഭയങ്കര ശാന്ത സ്വഭാവക്കാരായിരിക്കും അല്ലേ? കാരണം അവരിൽ പോസിറ്റിവിറ്റി കൂടുതലാണ്. പക്ഷേ മാംസഭുക്കുകളായ മൃഗങ്ങൾ ഭയങ്കര ക്രൂരന്മാരായിട്ടൊക്കെ തോന്നിയിട്ടില്ലേ? ഇതിന് കാരണം അവരിൽ ഹിംസ ഉള്ളത് കൊണ്ട്, നെഗറ്റിവിറ്റി കടന്നുകൂടുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു DF മനസ്സിലാക്കുന്ന ഒരു സത്യമാണ്, നമുക്ക് ചുറ്റിനുമുള്ള ഇത്തരം ജീവികളും എന്നെപ്പോലെ ഓരോ ആത്മാക്കളാണ്. സോ DF അവരുടെ പോസിറ്റിവിറ്റി അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു, അവരുടെ നെഗറ്റിവിറ്റിയോട് ക്ഷമിച്ചു കൊടുക്കുന്നു, അവരെ കൊന്നു തിന്നുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു, അത് തൻ്റെ എനർജി ലോ ആകാൻ കാരണമാകുന്നു എന്ന് മനസ്സിലാക്കുന്ന DFൽ നിന്നും ജീവികളെ കൊന്നു തിന്നുന്ന ശീലം സ്വയം ഒഴിവായി പോകുന്നു. അങ്ങനെ DFൻ്റെ എനർജി വൈബ് ഹൈ ആകുന്നു, സ്പിരിച്വലി അവേക്കൻഡ് സ്റ്റേജിലേക്ക് വഴി തുറക്കുന്നു. മനസ്സിലായോ? ഇനി സോളിൻ്റെ അടുത്ത 3 സ്റ്റേജസും കൂടിയുണ്ട്. അത് അടുത്ത വീഡിയോയിൽ. താങ്ക് യു.